പെട്ടി പെട്ടി ചിങ്കാരപ്പെട്ടി പെട്ടി തുറക്കുമ്പോൾ സ്ഥാനാർത്ഥി പൊട്ടി. തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ തോറ്റ സ്ഥാനാർത്ഥിക്കെതിരെ എതിരാളികൾ വിളിച്ചിരുന്ന മുദ്രാവാക്യമായിരുന്നു ഇത്. വോട്ടിടാൻ നീലപ്പെട്ടിയും മഞ്ഞപ്പെട്ടിയും അടക്കമുള്ള വർണ്ണപ്പെട്ടികളായിരുന്നു ആദ്യം. പിന്നീട് കാളപ്പെട്ടിയും അരിവാൾ പെട്ടിയും വന്നു. ബാലറ്റ് പേപ്പറും വോട്ടിംഗ് യന്ത്രവുമായി ചിഹ്നങ്ങൾ പിറന്ന കഥയാണ് ഇന്ന്. രാജ്യം സ്വതന്ത്രമായതിനു പിന്നാലെ സാർവത്രിക വോട്ടവകാശം വന്നു. അക്ഷരാഭ്യാസമില്ലാത്തവർക്കും വോട്ട് ചെയ്യണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനു കണ്ടുപിടിച്ച ഉപായമായിരുന്നു വർണ്ണപ്പെട്ടികൾ. എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടെന്ന് കണക്കാക്കി അത്രയും പെട്ടികൾ സ്ഥാപിക്കും. നീലപ്പെട്ടി, പച്ചപ്പെട്ടി, മഞ്ഞപ്പെട്ടി, ചുവപ്പ് പെട്ടി എന്നിങ്ങനെ. 1948 ജനം വോട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം പിന്നീട് പെട്ടി വോട്ട് ഉപേക്ഷിച്ചു. പകരം ചിഹ്നങ്ങൾ വന്നു. നുകം വെച്ച കാളയായിരുന്നു കോൺഗ്രസ് ചിഹ്നം. അരിവാൾ നെൽക്കതിർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതും. കുടിൽ PSPക്കാരുടെ ചിഹ്നം. ദീപം ജനസംഘത്തിൻ്റെയും ചിഹ്നമായി. അന്നും ഇന്നും മൺവെട്ടിയും കോരിയും RSPയുടെ ചിഹ്നം തന്നെ. ആനയും ആൽമരവും ഉൾപ്പെടെ സ്വതന്ത്ര ചിഹ്നങ്ങളും വേറെ. ചിഹ്നം മറക്കരുതേ എന്നാണല്ലോ ഇന്നും സ്ഥാനാർത്ഥികളുടെ അഭ്യർത്ഥന. പേരുകളിൽ സാമ്യമുള്ളവർ മത്സരിച്ചാൽ ചിഹ്നം പ്രധാനം. വോട്ടറെ കുഴപ്പിക്കാൻ സമാന പേരുമായി അപരന്മാരും അവതരിക്കാറുണ്ട്. സ്ഥാനാർത്ഥിക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും രക്ഷ ഇന്നും ചിഹ്നങ്ങൾ തന്നെ.